Hi guys, welcome back to my vlog. ഞാനിപ്പോൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. സോ ഐ ഹോപ്പ് യു ഓൾറെഡി സീൻ ദ ടൈറ്റിൽ ഞാൻ എവിടെയാണ് പോകുന്നത്. സോ ഞാൻ വീണ്ടും ബാങ്കോക്കിലേക്ക് പോവാണ്. സോ നോട്ട് റിയലി ഷുവർ ഇത് എത്രാമത്തെ പ്രാവശ്യമാണെന്ന്. സോ ഐ തിങ്ക് ഇറ്റ്സ് 8 or 9. സോ ഇനിയൊക്കെ അവിടെ പോയിട്ട് കാണാം. I'm pretty sure it's gonna be banging and amazing this time. So stay tuned to follow my channel. Go hit that subscribe button, give a thumbs up, and yeah, look out for the videos of this series. So yeah, see you there. Bye bye. Cheers. Guys, check-in ചെയ്ത് ബോർഡിംഗ് ഗേറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കയറാൻ പോവാണ്. ദാ പാത്വേ ടു ഹെവൻ. അമോഘുണ്ട്. അമോഘ് ഫ്ലൈറ്റ് ഇതാ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഗൈസ് വെൽക്കം ബാക്ക്. ഫൈനലി ഞാൻ എത്തിക്കഴിഞ്ഞു ബാങ്കോക്ക് ഡോൺമ്യൂങ് എയർപോർട്ടിൽ. ഫൈനലി ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല. ലൈക്ക് നോ വിസ സ്റ്റാഫ്, യു ജസ്റ്റ് കം ഇൻ ത്രൂ ദ ഇമിഗ്രേഷൻ ലൈൻ. പിന്നെ അവർ പാസ്പോർട്ടിന് ഡയറക്റ്റ് സ്റ്റാമ്പ് അടിക്കും. പിന്നെ എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ വിസ അപ്ലൈ ചെയ്യണം. സോ ദാറ്റ്സ് ബിയോണ്ട് 60 days. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. സോ ജസ്റ്റ് ഇൻ കേസ് ഇഫ് യു പ്ലാൻ ടു ഗോ ബിയോണ്ട് ദാറ്റ് ഡേറ്റ് ദെൻ 60 days ആവശ്യമുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് ഇമിഗ്രേഷനിൽ അടിച്ചിട്ട് നമുക്ക് പോവാം. ഇനിയിപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. രാവിലെ നല്ല മഴയുണ്ട് ഇവിടെ. സോ ഇനി നേരെ ബസ് എടുക്കണം. ബസ് നിങ്ങൾക്ക് എടുക്കേണ്ടത് വെച്ചാൽ A1 ആണ്. പുറത്തിറങ്ങുക, A1 ബസ് എടുക്കുക, നേരെ മോച്ചീത്ത് പോവുക. മോച്ചീത്തിൽ നിന്ന് പട്ടായയിലേക്കാണ് പോകണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ബസ് ഉണ്ടാവും. അല്ലെങ്കിൽ കാവസൻ റോഡോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ബസ് എടുക്കുക. അല്ലെങ്കിൽ I say better get a cab. So that's the easiest and convenient way. അപ്പോൾ അതൊക്കെയാണ്. ഇനി ബാക്കിയൊക്കെ പുറത്തിറങ്ങിയിരിക്കും. അവിടെ ഗൈസ് ഇതിൻ്റെ സിം കാർഡ്സ് ഒക്കെ വെക്കുന്നുണ്ട്. ട്രൂ, പിന്നെ എന്താ പറയുക, AIS ഉണ്ട് അവിടെ. പക്ഷേ നിങ്ങളൊന്നും ഇവിടെ നിന്ന് എടുക്കണ്ട. ഐ സജസ്റ്റ് യു ടു ഗോ ടു 7-Eleven എടുക്കുന്നതാണ് ഏറ്റവും ചീപ്പ്. ബട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. സോ എമർജൻസിക്കൊക്കെ. ഇഫ് നോട്ട് 7-Eleven ഇറ്റ് ഈസ്. ഇത് എയർപോർട്ട് ഇപ്പോൾ 7-Eleven ആണ്. ഗൈസ് അപ്പോൾ നിങ്ങൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ടെർമിനൽ 2 പുറത്തിറങ്ങിയാലാണ് നിങ്ങൾക്ക് A1 ബസ് കിട്ടുക. A1 എന്ന് പറയുന്നത് കുറച്ച് മുന്നോട്ട് കിട്ടണം. എല്ലാ 5 minutes ഉണ്ടാവും. സോ കുറച്ച് വെയിറ്റ് ചെയ്യണം. കേട്ടോ, ടെർമിനൽ 2ലാണ് ഞാൻ ഇപ്പോൾ എക്സിറ്റ് ചെയ്തത്. ടെർമിനൽ 2 കഴിഞ്ഞിട്ട് ഇവിടെ 3 ഉണ്ടാവും. ടെർമിനൽ എന്ന് പറയുന്നില്ല, ഇറ്റ്സ് മോർ ലൈക്ക് എൻ എക്സിറ്റ്. നമ്പർ 2 and number 3 എക്സിറ്റ്. സോ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് എക്സിറ്റ്സ് ഒക്കെ ഉണ്ടാവുക. സോ മേക്ക് ഷുവർ യു കം ടുവേർഡ്സ് ദിസ് സൈഡ്. യൂഷ്വലി A1 ബസ് എന്ന് പറയുന്നത് എക്സിറ്റ് 3യും എക്സിറ്റ് 4ൻ്റെയും സെൻട്രലായിരിക്കും ഉണ്ടാവുക. സോ ഇവിടെയാണ് ബസ് വരിക. അപ്പോൾ ബസ് വന്നിട്ട് നേരെ എടുക്കുക. ഐ തിങ്ക് ക്ലോസ് ടു 13 ഭാഗത്താണ് തോന്നുന്നത് മോച്ചീത്തിലേക്ക്. മോച്ചീത്ത് എന്ന് പറയുന്നത് നമ്മളെ ഒരു മെയിൻ ബസ് സ്റ്റേഷനാണ്. സോ അവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് റൂട്ട്സിലേക്ക് പോകാനുള്ള ഉണ്ടാവും. സോ യാ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ് ഗൈസ്. 5ൻ്റെ പുറത്താണ് A1 വരിക. അതാ A1. Back. അങ്ങനെ ബസ് കിട്ടിക്കഴിഞ്ഞ് ഇതാണ് ഇവിടുത്തെ ബസ്. കണ്ടോ ഗൈസ്. ഇപ്പോൾ ഫൈനലി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് മോച്ചീത്തിലെത്തി. ഭയങ്കര ഡാർക്കാണ് തോന്നുന്നല്ലേ ഇവിടെ സീന്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മോച്ചീത്തിലെത്തി. ഇനി ഇവിടെ നേരെ ഞാനിപ്പോൾ പട്ടായയിലേക്ക് പോകുന്നില്ല. പട്ടായയിലേക്ക് മേ ബി ടുമോറോ ലെറ്റ് സീ. ഇപ്പോൾ ഒരു കോൺസെർട്ട് ഉണ്ട്. ആ കോൺസെർട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പട്ടായയിലേക്ക് പോവുക. സോ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ ഇറങ്ങിയാൽ മതി. ഇതാണ് മോച്ചി.
ഇവിടെ നിന്നാണ് പട്ടായയിലേക്കുള്ള നിങ്ങളെ ബസ്സൊക്കെ എടുക്കേണ്ടത്. സോ ഇറ്റ്സ് വെരി ഡാർക്ക്, ഏർലി മോർണിംഗ് ആണ്, അതാണ് തീരെ ലൈറ്റ് ഇല്ലാത്തത്. സോ യു ക്യാൻ കം ഹിയർ ആൻഡ് ഗെറ്റ് പട്ടായ ബസ്. പട്ടായ ബസ് എന്ന് പറയുന്നത് ഒരു 121 ബാത്താണ് ഇവിടെ ഉള്ളത്. സോ യാ, യു ക്യാൻ കം ഹിയർ ആൻഡ് ഗോ ടു പട്ടായ. പട്ടായ മാത്രമല്ല, കുറേ സ്ഥലത്ത് പോവാം. ലൈക്ക് എക്കമായി ഉണ്ട്, പിന്നെ ഇവിടെ ചെങ്മായി, അവിടത്തേക്കുള്ളൊക്കെ ബസ് ഇവിടെ ആണ് മോസ്റ്റ് ഓഫ് ദി ബസ്സസ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പോകുന്നത് വെച്ചാൽ ഒരു 7-Eleven നമ്മളെ സിം കാർഡ് എടുക്കുകയാണ്. ഞാൻ സിം കാർഡ് എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. എയർപോർട്ട് ഭയങ്കര എക്സ്പെൻസീവാണ്. നോട്ട് എക്സ്പെൻസീവ് കമ്പാരിറ്റീവ്ലി, ഇതൊക്കെ ലോക്കൽ ഗൈഡാണ്. സോ ഇവിടെ വന്ന് നിങ്ങൾ 7-Eleven എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രിറ്റി ചീപ്പ്. ലൈക്ക് 60 ബാത്തിന് വരെ നിങ്ങൾക്ക് കിട്ടും. ബട്ട് സെയിം ഇത് നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് എടുക്കുന്നത് വെച്ചാൽ 200 ബാത്ത് 300 ബാത്ത് ആയിരിക്കും. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. സോ യാ, ഇനി ഏതായാലും സിം കാർഡ് എടുത്ത് ഇവിടെ ഈ നേരെ ഒരു ക്യാബ് പിടിച്ചിട്ട് ബോൾട്ട്. ഇവിടുത്തെ ക്യാബ് വെച്ചാൽ മോസ്റ്റ്ലി ബോൾട്ട്, ഇൻ ഡ്രൈവർ. നിങ്ങൾ ഗ്രാബ് യൂസ് ചെയ്യണം. ഗ്രാബ് ആക്ച്വലി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ബോൾട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ബോൾട്ട് പിന്നെ ഇൻ ഡ്രൈവ് എടുത്തിട്ട് നേരെ പോയാൽ. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞ്. ഇതാണ് എൻട്രൻസ്. വേണ്ട, അവിടെ 7-Eleven ഉണ്ട്. അപ്പോൾ നേരെ ഇപ്പോൾ അവിടെ പോയിട്ട് വായിക്കും. കഴിച്ച് ഇപ്പോൾ ഫൈനലി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് മോച്ചീത്തിലെത്തി. ഭയങ്കര ഡാർക്കാണെന്ന് തോന്നുന്നല്ലേ ഇവിടെ സീന്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മോച്ചീത്തിലെത്തി. ഇനി ഇവിടെ നേരെ ഞാനിപ്പോൾ പട്ടായയിലേക്ക് പോകുന്നില്ല. പട്ടായയിലേക്ക് പോകാൻ മേ ബി ടുമോറോ ലെറ്റ്സ് സീ. എനിക്കൊരു കോൺസേർട്ട് ഉണ്ട്. ആ കോൺസേർട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പട്ടായയിലേക്ക് പോവുക. സോ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ ഇറങ്ങിയാൽ മതി. ഇതാണ് മോച്ചീത്ത്. ഇവിടെ നിന്നാണ് പട്ടായയിലേക്കുള്ള നിങ്ങളെ ബസ്സൊക്കെ എടുക്കേണ്ടത്. സോ ഇറ്റ്സ് വെരി ഡാർക്ക്, ഏർലി മോർണിംഗ് ആണ്, അതാണ് തീരെ ലൈറ്റ് ഇല്ലാത്തത്. സോ യു ക്യാൻ കം ഹിയർ ആൻഡ് ഗെറ്റ് പട്ടായ ബസ്. പട്ടായ ബസ് എന്ന് പറയുന്നത് ഒരു 121 ബാത്താണ് ഇവിടെ ഉള്ളത്. സോ യാ, യു ക്യാൻ കം ഹിയർ ആൻഡ് ഗോ ടു പട്ടായ. പട്ടായ മാത്രമല്ല, കുറേ സ്ഥലത്ത് പോവാം. ലൈക്ക് എക്കമായി ഉണ്ട്, പിന്നെ ഇവിടെ ചെങ്മായി, അവിടത്തേക്കുള്ളൊക്കെ ബസ് ഇവിടെ ആണ് മോസ്റ്റ് ഓഫ് ദി ബസ്സസ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പോകുന്നത് വെച്ചാൽ ഒരു 7-Eleven നമ്മളെ സിം കാർഡ് എടുക്കുകയാണ്. ഞാൻ സിം കാർഡ് എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. എയർപോർട്ട് ഭയങ്കര എക്സ്പെൻസീവാണ്. നോട്ട് എക്സ്പെൻസീവ് കമ്പാരിറ്റീവ്ലി, ഇതൊക്കെ ലോക്കൽ ഗൈഡാണ്. സോ ഇവിടെ വന്ന് നിങ്ങൾ 7-Eleven എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രിറ്റി ചീപ്പ്. ലൈക്ക് 60 ബാത്തിന് വരെ നിങ്ങൾക്ക് കിട്ടും. ബട്ട് സെയിം ഇത് നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് എടുക്കുന്നത് വെച്ചാൽ 200 ബാത്ത് 300 ബാത്ത് ആയിരിക്കും. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. സോ യാ, ഇനി ഏതായാലും സിം കാർഡ് എടുത്ത് ഇവിടെ ഈ നേരെ ഒരു ക്യാബ് പിടിച്ചിട്ട് ബോൾട്ട്. ഇവിടുത്തെ ക്യാബ് വെച്ചാൽ മോസ്റ്റ്ലി ബോൾട്ട്, ഇൻ ഡ്രൈവർ. നിങ്ങൾ ഗ്രാബ് യൂസ് ചെയ്യണം. ഗ്രാബ് ആക്ച്വലി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ബോൾട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ബോൾട്ട് പിന്നെ ഇൻ ഡ്രൈവ് എടുത്തിട്ട് നേരെ പോയാൽ. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞ്. ഇതാണ് എൻട്രൻസ്. വേണ്ട, അവിടെ 7-Eleven ഉണ്ട്. അപ്പോൾ നേരെ ഇപ്പോൾ അവിടെ പോയിട്ട് വായിക്കും.